വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ. ഹരിയുടെ വീട്ടിലേക്ക് വന്ന സുജാത ഡിവോഴ്സ് പേപ്പർ എടുത്തിട്ട് വരാൻ ഹരിയോട് പറയുന്നു. എന്നാൽ മുറിയിലേക്ക് നോക്കിയിട്ടും ഡിവോഴ്സ് പേപ്പർ ഹരിക്ക് കണ്ടെത്താനായില്ല. ഒരു പരുങ്ങലോടെയും ടെൻഷനോടെയും ഹരി അവർക്ക് മുന്നിലേക്ക് വന്ന് നിൽക്കുന്നുണ്ട്. എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട്. കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ ഹരി പറയുന്നു, അത് ഞാൻ വെച്ചെടുത്ത് കാണുന്നില്ല. എന്താ ഹരി ഈ പറയുന്നത്? ആകെയുള്ളൊരു പിടിവള്ളിയല്ലേ എന്ന് സുജാത പറയുമ്പോൾ ഹരി പറയുന്നുണ്ട്, ഞാനത് ഇന്നലെയും കൂടി കണ്ടയാണ്. ആരെങ്കിലും വന്ന് അതവിടെ നിന്ന് എടുക്കാതെ അതവിടെ നിന്ന് പോവില്ല. എന്നിട്ട് ഹരി വീണയെ വിളിക്കുന്നു. വീണ അവിടേക്ക് വരുന്നുണ്ട്. നീ എന്റെ മുറിയിലെ ഷെൽഫിൽ നിന്ന് എന്തെങ്കിലും എടുത്തിരുന്നോ എന്ന് ഹരി ചോദിക്കുമ്പോൾ വീണ ഒന്നും അറിയാത്ത ഭാവത്തിൽ, എനിക്കെന്തിനാ നിങ്ങളുടെ ഷെൽഫ് നോക്കേണ്ട കാര്യം എന്ന് വീണ പറഞ്ഞു. എടി പെണ്ണെ, എവിടെ ഒളിഞ്ഞു നോക്കാനും തുളച്ചു കയറാനും നിനക്ക് നല്ല മിടുക്കാണല്ലോ. എടുത്തിട്ടുണ്ടെങ്കിൽ അത് നീ ഇങ്ങോട്ട് കൊടുത്തേന്ന് അമ്മാവൻ പറയുന്നുണ്ട്. വീണ ദേഷ്യത്തോടെ പറയുന്നു, ഞാൻ ആ മുറിയിൽ കയറിയിട്ടില്ല. അല്ല, എന്താ മുറിന്ന് കാണാതായത് എനിക്കിങ്ങനെ അമ്മാവൻ പറയുമ്പോൾ വീണ ചോദിക്കുന്നു, എന്താ പുറത്ത് പറയാൻ കഴിയാത്ത കാര്യമാണോ? പറയാം, ജീവൻ ഒപ്പിട്ട ഡിവോഴ്സ് പേപ്പറാ കാണാതായത്. ഞാനത് അവിടെ വെച്ചിരുന്നതാ. അതുകൊണ്ടാ നിന്നോട് തന്നെ ചോദിക്കുന്നത്. ഡിവോഴ്സ് ജീവനും നിത്യയും തമ്മിലല്ലേ, അതിന്റെ ആവശ്യക്കാര് നിങ്ങളും. എന്നിട്ട് പേപ്പേഴ്സ് എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യമെന്ന് വീണ. നീ അത് എടുത്തിട്ടുണ്ടെങ്കിൽ തിരിച്ചതാ, എന്റെ മോളുടെ ജീവിതത്തിന്റെ കാര്യമാണെന്ന് സുജാത വീണയോട് പറയുന്നു. നിങ്ങൾ കുറെ നാളായല്ലോ ഒരു മകളുടെ ജീവിതവും കൈപിടിച്ച് ബാക്കിയുള്ളവരുടെ നേരെ കുതിര കയറുന്നു. നിത്യയ്ക്ക് മാത്രം എന്താ ഇത്ര പ്രത്യേകത എന്ന് വീണ ചോദിക്കുമ്പോൾ അമ്മാവൻ പറയുന്നു, നിന്നെ പോലുള്ള പെണ്ണുങ്ങൾക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാകില്ല. നിങ്ങൾ ഈ പുകഴ്ത്തി പറയുന്ന വീണയുണ്ടല്ലോ, നിത്യയുണ്ടല്ലോ, 8 വർഷമായി ഹരിയെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞ് ജീവനെ വിശ്വസിച്ചതല്ലേ? അത് എന്നെയും കൂടി വിശ്വസിപ്പിക്കാനായിട്ട് ഹരിയുടെ മുറിയിൽ കിടന്നുറങ്ങിയവളല്ലേ? അപ്പോ പ്രത്യേകിച്ചാരും ഒരു പുണ്യം പറയണ്ട. എനിക്ക് ആ ഡിവോഴ്സ് പേപ്പറിന്റെ കാര്യം അറിയില്ല, ഞാനത് തൊട്ടിട്ടില്ല. എന്നോട് ആരും നിർബന്ധിച്ച് ചോദിക്കുകയും വേണ്ട എന്ന് പറഞ്ഞ് വീണ ദേഷ്യത്തോടെ അവിടെ നിന്ന് പോകുന്നു. സോറി ആന്റി എന്ന് ഹരി പറയുമ്പോൾ വീണ പറയുന്നു, സാരമില്ല മോനെ, ഇത്രയൊക്കെ താങ്ങാൻ കഴിയുമെങ്കിൽ ഇതും കൂടി താങ്ങാൻ കഴിയും. ശരിയെന്ന് പറഞ്ഞ് സുജാത നിരാശയോടെ അവിടെ നിന്ന് പോകുന്നു. തുടർന്ന് വീണയെ കാണിക്കുന്നുണ്ട്. ആ ഒരു സംഭവമാണ് ഓർക്കുന്നത്. അന്ന് രാത്രി ആ ഡിവോഴ്സ് പേപ്പർ എടുത്ത ആ ഒരു സമയം ജീവൻ വീണയുടെ അരികിലേക്ക് വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, എല്ലാവരും കൂടി ചേർന്ന് നമ്മളെ പറ്റിക്കായിരുന്നു. നിത്യ പറഞ്ഞ സത്യം അറിഞ്ഞതിന് ശേഷമാണ് വീണയുടെ അരികിൽ വന്ന് ജീവൻ ആ സത്യം പറഞ്ഞത്. ഞാൻ പറഞ്ഞപ്പോൾ എന്റെ വാക്കുകൾ കേൾക്കാൻ തോന്നിയില്ലല്ലോ. വീണ എല്ലാത്തിനെയും ഒറ്റയടിക്ക് കൊന്നു തീർക്കാനുള്ള ദേഷ്യമുണ്ട് എനിക്ക്. എന്നാ പിന്നെ ചെയ്യാത്തത് എന്താണെന്ന് വീണ ചോദിക്കുന്നു. ഓ, പെങ്ങളുടെ കല്യാണം അലങ്കോലാകുമെന്ന് തീരുമാനിച്ചിട്ടാണോ? അവരുടെ കല്യാണം നടക്കണോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിച്ചോളാം. ഇപ്പോ എനിക്ക് നിന്റെ ഒരു സഹായം ആവശ്യമുണ്ടെന്ന് ജീവൻ. അമ്മ അത് നാടകം കളിച്ചിട്ടാണ് നിത്യയെ ഡിവോഴ്സ് ചെയ്യാനുള്ള പേപ്പറിൽ എന്നെ കൊണ്ട് ഒപ്പിടിപ്പിച്ചത്. ആ പേപ്പർ ഇപ്പോൾ ഹരിയുടെ കയ്യിലുണ്ട്. അതെനിക്ക് വേണമെന്ന് ജീവൻ. അതിപ്പോ എങ്ങനെ കിട്ടാനാണെന്ന് വീണ. അതെങ്ങനെയെങ്കിലും കിട്ടിയേ പറ്റൂ എന്ന് ജീവൻ പറയുന്നു. അല്ലെങ്കിൽ അമ്മ അത് നിത്യയെ കൊണ്ട് ഒപ്പിടിപ്പിച്ച് അവർ തമ്മിൽ മുന്നോട്ട് പോകുമെന്നും അതൊരിക്കൽ നടക്കാൻ കഴിയില്ല, അത് കിട്ടിയേ പറ്റൂ എന്നും അത് നാളെ എനിക്കെതിരെയുള്ളൊരു തെളിവാകുമെന്നും വീണ എനിക്കത് കിട്ടിയേ പറ്റൂ എന്നും ജീവൻ പറയുന്നു. ഹരിയേട്ടൻ സാധനങ്ങൾ വെക്കുന്നത് ഷെൽഫിലാണ്. ആ റൂമിൽ തന്നെയാണ് അവർ കിടന്നുറങ്ങുന്നത് എന്ന് വീണ പറയുമ്പോൾ ജീവൻ പറയുന്നു, കാണിച്ചു തന്നാ മതി, ഞാൻ എടുത്തോളാം. എങ്കിൽ വാ എന്ന് പറഞ്ഞ് രണ്ടുപേരും അങ്ങോട്ടേക്ക് പോകുന്നു. ഹരി എന്തായാലും അങ്ങോട്ട് തിരിഞ്ഞു കിടന്നുറങ്ങുകയാണ്. അവിടെയുണ്ട് എന്ന് പറഞ്ഞ് വീണ ജീവൻ അത് കാണിച്ചു കൊടുക്കുന്നു. മെല്ലെ മെല്ലെ ജീവൻ മുറിയിലേക്ക് കയറി. ഹരി ഉറങ്ങുന്നുണ്ടോ എന്ന് ഉറപ്പാക്കിയിട്ടാണ് ജീവൻ ഷെൽഫ് തുറക്കുന്നത്. പെട്ടെന്ന് ഹരി തിരിഞ്ഞു കിടക്കുന്നു. ജീവൻ നോക്കുമ്പോൾ ഹരി തിരിഞ്ഞു കിടക്കുന്നു. പെട്ടെന്ന് ജീവൻ ഒന്ന് ഞെട്ടി. എന്നാൽ ഹരി ഉണർന്നില്ലായിരുന്നു. വീണ്ടും ജീവൻ അന്വേഷണം തുടർന്നു. എടുക്കുന്നതിനിടയ്ക്ക് ഒരു ബുക്ക് ഹരി ജീവന്റെ കയ്യിൽ നിന്നും താഴെ വീഴാൻ തുടങ്ങിയിരുന്നു. പെട്ടെന്ന് അത് ക്യാച്ച് പിടിച്ച് അവിടെ വെക്കുകയാണ് ജീവൻ. പിന്നെ കുറെ പേപ്പർ എടുക്കുന്നുണ്ട്. അത് ഏതാണ് എന്നൊക്കെ ഇങ്ങനെ നോക്കുന്നു. നന്നായി കാണാത്തത് കൊണ്ട് തന്നെ മൊബൈൽ എടുത്ത് ലൈറ്റ് അടിച്ച് നോക്കുന്നുണ്ട്. ഒടുവിൽ ആ ഡിവോഴ്സ് പേപ്പർ കിട്ടുകയാണ്. വീണ കൈ കാണിക്കുന്നുണ്ട് കിട്ടിയെങ്കിൽ വരാൻ. മെല്ലെ തന്നെ ആ ഷെൽഫ് അടച്ചിട്ട് പതിയെ പതിയെ അവിടെ നിന്നും വരികയാണ് ജീവൻ. വീണ വാതിലും അടച്ചു. ആ ഡിവോഴ്സ് പേപ്പർ കിട്ടിയ സന്തോഷത്തിലാണ് ജീവൻ. കിട്ടിയ പാടെ ജീവൻ അത് കീറിക്കളയുന്നുണ്ട്. അവസാന മാർഗവും അടച്ചു. ഇനിയുള്ള കളികൾ എനിക്ക് വിട്ടേക്ക് എന്ന് ജീവൻ വീണയോട് പറയുന്നുണ്ട്. ഇതൊക്കെയാണ് വീണ ആലോചിച്ചിരിക്കുന്നത്. ഓടി നടക്കട്ടെ എല്ലാവരും കൂടി. ഈ അവസ്ഥയിൽ അവൻ ജാമ്യത്തിൽ നിന്ന് പുറത്തു വരിക കൂടി ചെയ്യണം. എല്ലാവരും കൂടി ജീവൻ ഇല്ലാണ്ട് കിടക്കുന്നത് എനിക്കൊന്ന് കാണണമെന്നൊക്കെ പറഞ്ഞ് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ഇതേ സമയം ജീവന് ഭക്ഷണവുമായി കോൺസ്റ്റബിൾസ് ആ ലോക്കപ്പിനകത്തേക്ക് കയറുന്നു. ജീവനാണെങ്കിൽ അടികൊണ്ട് അവശനായി കിടക്കുന്നുണ്ട്. ബോധമില്ലാതെ മട്ടിലാണ് കിടക്കുന്നത്. പക്ഷെ അവർ വിളിച്ചപാടെ ഉണർന്നിരിക്കുന്നു. എന്നാൽ എഴുന്നേക്കാൻ വയ്യ. അവർ പറയുന്നുണ്ട്, എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കാൻ. എഴുന്നേക്കാൻ ജീവനാണെങ്കിൽ വലിയ ബുദ്ധിമുട്ട്. നിന്റെ പുതിയ അടവ് എടുക്കണ്ട, മര്യാദയ്ക്ക് എഴുന്നേക്കാനാ പറഞ്ഞത് എന്നൊക്കെ കോൺസ്റ്റബിൾസ് പറയുന്നുണ്ട്. ജീവന് വലിയ ബുദ്ധിമുട്ട്, എഴുന്നേക്കാൻ കഴിയുന്നില്ല. താൻ ഇവിടെ നിൽക്ക്, ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് ആ ലോക്കപ്പ് തുറന്നിട്ടിട്ട് എസ്ഐയുടെ അരികിലേക്ക് കോൺസ്റ്റബിൾ വന്നിരിക്കുന്നു. ഭക്ഷണവും കൊണ്ടുവന്നിട്ട് അയാൾ എഴുന്നേൽക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. കോൺസ്റ്റബിൾ എസ്ഐയോട് ബലമായിട്ട് പിടിച്ച് എഴുന്നേൽപ്പിക്കായിരുന്നില്ല എന്ന് എസ്ഐ. തളർന്ന് കിടക്കാണ്, അമ്മയെന്ന് വിളിച്ച് കരയുന്നുണ്ടെന്നും അദ്ദേഹം പറയുന്നു.
അങ്ങനെ നോക്കാനായി പോവുകയാണ് അവർ. അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ ജീവൻ ഒട്ടും എഴുന്നേക്കാൻ കഴിയുന്നില്ല. ജീവൻ ജീവൻ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. എന്നാൽ ജീവൻ ഒട്ടും എഴുന്നേക്കാൻ കഴിയുന്നില്ല. ഇവനായതുകൊണ്ട് ഒന്നും വിശ്വസിക്കാൻ കഴിയില്ല എന്നൊക്കെ എസ് ഐ പറയുമ്പോൾ ആ കോൺസ്റ്റബിൾ പറയുന്നുണ്ട്, എന്തെങ്കിലും പറ്റിപ്പോയാൽ നമ്മൾ കുടുങ്ങില്ലേ എന്ന്. താനൊരു കാര്യം ചെയ്യും, അവന്റെ അമ്മയും അച്ഛനെയും വിളിച്ച് ഇങ്ങോട്ട് വരാൻ പറയും. ഡീറ്റെയിൽ ആയിട്ട് ഒന്നും പറയേണ്ട, അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണെന്ന് പറഞ്ഞാൽ മതിയെന്ന് അദ്ദേഹം പറയുന്നു. ഇനി ഇവനെ ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ടി വരുമോ എന്ന് കോൺസ്റ്റബിൾ ചോദിക്കുമ്പോൾ എസ് ഐ പറയുന്നുണ്ട്, നോക്കാം, ആദ്യം അവർ വരട്ടെ. അമ്മേ എനിക്ക് വയ്യേ എന്നൊക്കെ ഇങ്ങനെ ആക്ഷൻ കാണിക്കുന്നുണ്ട് ജീവൻ. ആക്ഷനാണോ അതോ സത്യമാണോ എന്ന് അറിയില്ല, എന്തായാലും അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. തുടർന്ന് രഘുവിന്റെ ഫോണിലേക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളി വരുന്നുണ്ട്. നിങ്ങളും നിങ്ങളുടെ ഭാര്യയും സ്റ്റേഷനിലേക്കൊന്ന് വരണമെന്ന് അദ്ദേഹം പറയുന്നു. എന്താണ് സർ കാര്യമെന്ന് ടെൻഷനോടെ രഘു ചോദിക്കുന്നുണ്ട്. രഘുവിന്റെ അരികിൽ തന്നെ സുജാതയും ശരവണനും പിന്നെ നിത്യയും ഉണ്ട്. ആ കോൺസ്റ്റബിൾ രഘുവിനോട് പറയുന്നുണ്ട്, നിങ്ങളുടെ മകനെയല്ലേ ഇന്ന് അമ്പലത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്? അതുമായി ബന്ധപ്പെട്ട് എസ് ഐ സാറിന് എന്തോ ചോദിക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറയുമ്പോൾ അയാളുടെ പിന്നിൽ ജീവൻ വരുന്നുണ്ട്. ജീവൻ ലോക്കപ്പിനകത്താണ്. നാളെ രാവിലെ ഞങ്ങൾ എന്ന് രഘു പറയുമ്പോൾ അദ്ദേഹം പറയുന്നു, രാവിലെയല്ല, ഇപ്പോൾ തന്നെ വരണം, വൈകണ്ട. എന്നാൽ ജീവന്റെ അടവ് തന്നെയായിരുന്നു അമ്മയും അച്ഛനെയും വരുത്താനായിട്ട്. ഫോൺ വെച്ചതിന് ശേഷം സുജാത രഘുവിനോട് ചോദിക്കുന്നുണ്ട്, ആരാണെന്ന്. പോലീസ് സ്റ്റേഷനിലാണ് എന്ന് രഘു പറയുന്നു. നമ്മൾ രണ്ടുപേരും ഇപ്പോൾ അങ്ങോട്ട് ചെല്ലണമെന്ന് പറഞ്ഞു. എന്തിന്? അവന്റെ മുന്നിലേക്ക് ഇനി പോകാൻ വയ്യെന്ന് സുജാത. സർ, അവർക്കും ഇന്ത് ഫാമിലിക്കും ഒരു റിലേഷനും ഇല്ലെന്ന് പറയ് എന്ന് ശരവണൻ അവരോട് പറയുന്നുണ്ട്. പിന്നെ എതുക്കാണ്, എന്തോത്തിനാണ് നമ്മൾ അങ്ങോട്ടേക്ക് ചെല്ലേണ്ടത് എന്ന് ശരവണൻ തമിഴിൽ പറയുമ്പോൾ രഘു പറയുന്നു, അത് പറഞ്ഞിട്ട് പ്രയോജനമുണ്ടോ? കസ്റ്റഡിയിലിരിക്കുന്ന പ്രതികളെ എന്തായാലും വീട്ടുകാരെ തള്ളിപ്പറഞ്ഞ ഒരു സാഹചര്യമില്ലേ, അതുകൊണ്ട് ബന്ധമില്ലാതാകുമോ? അങ്ങനെയാണെങ്കിൽ അച്ഛൻ മാത്രം പോയാൽ മതി, അമ്മ ജീവന് മുന്നിലെത്തിയാൽ പ്രശ്നമാകും എന്നെ നിത്യ. അതെ, അങ്ങനെ ചെയ്യ് എന്നൊക്കെ ശരവണൻ. ഞാൻ നാളെ ചെല്ലാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ രാത്രി തന്നെ ചെല്ലണമെന്നാ പറഞ്ഞത്. അപ്പോൾ എന്തോ ഗൗരവമായ കാര്യമുണ്ട്. ചെല്ലുന്നില്ലെങ്കിൽ നമ്മളെ എല്ലാവരെയും സംശയത്തോടെ ആയിരിക്കും അവർ കാണുന്നതെന്ന് രഘു പറഞ്ഞു. ഞാൻ വരാമെന്ന് സുജാത. അവനെ കാണേണ്ടി വരും, അവന്റെ മുന്നിൽ നിൽക്കേണ്ടി വരും, പക്ഷേ തൽക്കാലം വേറെ മാർഗമില്ലല്ലോ എന്ന് സുജാത. പോലീസുകാരെന്തെങ്കിലും ചോദിച്ചാൽ അതിന് മറുപടി പറഞ്ഞാൽ മതി, ജീവനെ കാണാൻ നിൽക്കരുതെന്ന് നിത്യ. അതൊക്കെ അവിടെ ചെന്നിട്ട് ആലോചിക്കാമെന്ന് സുജാത. പോകുമ്പോൾ ഒരു കാര്യം പറഞ്ഞേക്കാം, എന്തായാലും തന്നെ കാണുമ്പോൾ ജീവൻ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നറിയില്ല. ചിലപ്പോൾ അവൻ കരയാനും കാല് പിടിക്കാനും നോക്കും എന്ന് രഘു പറയുമ്പോൾ സുജാത പറയുന്നു, അവനെ കാണുമ്പോൾ എനിക്ക് മാറ്റം വരുമെന്നാണോ പേടി? അങ്ങനെ ഉണ്ടാകില്ല രഘുവേട്ടാ, അവൻ എൻ്റെ മനസ്സിൽ ചത്തുപോയി എന്ന് പറഞ്ഞത് സത്യം തന്നെയാണ്. കർമ്മങ്ങൾ ചെയ്തിട്ടില്ലെങ്കിലും അവൻ തീർന്നു. ശേഷം കാണിക്കുന്നത് ജ്യോതിയാണെങ്കിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് ജനലിന്റെ അരികിൽ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് മനു അവിടേക്ക് കയറി വന്നു. അകത്തേക്ക് കയറി വാതിലടച്ചിരിക്കുന്നുണ്ട് മനു. ജ്യോതിയുടെ കാര്യം തിരക്കുന്നു. എന്തുപറ്റി, എന്തിനാണ് കരയുന്നത്? അമ്മ വീണ്ടും വല്ലതും പറഞ്ഞോ എന്ന് ചോദിക്കുന്നു. ഇല്ല മനു, ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോട്ടെ എന്ന് കരഞ്ഞുകൊണ്ട് ജ്യോതി പറയുമ്പോൾ മനു പറയുന്നു, തിരിച്ചു പോവാനോ? താൻ എന്തൊക്കെയായി പറയുന്നത്? ഇവിടെ എന്റെ മുന്നിൽ ഇതൊന്നും പ്രശ്നമല്ലെന്ന് പറയാൻ മനുവിന് എളുപ്പമായിരിക്കും. നാളെ പത്രക്കാരെങ്കിലും മനുവിന്റെ മുന്നിലേക്ക് വന്ന് ചോദ്യം ചോദിച്ചാൽ മനു എന്ത് ചെയ്യും? മനുവിന്റെ സീനിയർ ഓഫീസർമാരിൽ നിന്നും അത്തരം ചോദ്യങ്ങൾ വന്നാൽ മനു കുഴഞ്ഞു പോവില്ലേ? ഇത് കേട്ട് മനു പറയുന്നുണ്ട്, അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ വലിയ കുഴപ്പമാണോ? കുറെ പേരെ എന്നെ വിളിച്ചിരുന്നു, അവർക്കെല്ലാം എന്റെ പ്രതികരണം അറിയണം. ഭാര്യ സഹോദരനെ രക്ഷിക്കാൻ ഞാൻ ഇടപെടുന്നു എന്നറിയണം. അതിനുവേണ്ടി നിയമങ്ങളിൽ വെള്ളം ചേർക്കുന്നുണ്ടോ എന്നറിയണം. ഞാനതിന് മറുപടി പറഞ്ഞില്ല. എനിക്ക് പറയാൻ അറിയാത്തത് കൊണ്ടല്ല, അവര് മറുപടി അർഹിക്കാത്തത് കൊണ്ടാണെന്ന് മനു പറഞ്ഞു. മനു ആളുകളുടെ ഇടയിലല്ലേ ജോലി ചെയ്യുന്നത്? നാളെ ഒരു വിഷയം പരിഹരിക്കാൻ പോയാൽ ഇതേ ചോദ്യം തിരിച്ചു ചോദിച്ചാൽ മനു എന്തായാലും ടെൻഷൻ ആകില്ല എന്ന് ചോദിക്കുന്നുണ്ട്. നാളെക്കുറിച്ച് എനിക്ക് വലിയ പേടിയില്ല, അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ ജീവിക്കാൻ കഴിയുമോ? ആദ്യം ഈ തോന്നലും മനസ്സിൽ നിന്ന് കളയേ. ജീവേട്ടൻ ചെയ്തതിന് നിങ്ങളുടെ കുടുംബത്തിൽ ആരും ഉത്തരവാദി അല്ലല്ലോ. പണ്ടേ ആ മനുഷ്യന്റെ ലോകം വേറെയാണ്, നിങ്ങളിൽ നിന്നും മാറിയ ലോകം. അവിടെ അയാൾ അവിടുത്തെ രാജാവും മന്ത്രിയും സേനാനായകനും ഒക്കെയാണ്. അയാൾ ശിക്ഷ വിധിക്കും, അയാൾ തന്നെ കുഴപ്പമുണ്ടാക്കും എന്നൊക്കെ മനു പറയുന്നുണ്ട് ജ്യോതിയോട്. എന്നിട്ടും ആ മണ്ഡപത്തിൽ ആ ഒരു കല്യാണം നടന്ന സംഭവം എങ്ങനെയാണെന്നും ജീവൻ അന്ന് ജ്യോതി ഉപദ്രവിക്കാൻ വന്ന ആ ഒരു സന്ദർഭവും ഇതുവരെ ആരോടും ജ്യോതി തുറന്നു പറഞ്ഞിട്ടില്ല. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.